സൃഷ്ടിയിൽ അഴകഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം തീരി നിർത്തി നിന്നതോ. മഴ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടങ്ങി വെക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്നുണ്ടാകുന്ന മഴയിലുണ്ടാകുന്ന ആദ്യത്തെ വെള്ളക്കെട്ടും അതൊക്കെ പലരുടെയും വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നൊരുക്കൽ മാത്രമാണ്. അപ്പൊ ആദ്യ പരിഗണന കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വെള്ളമുള്ള കാലം പറഞ്ഞാല് വീട്ടിലേക്ക് വെള്ളം കയറുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ആദ്യ പരിഗണന. പിന്നെ നമുക്ക് ഈ പുല്ല് വെട്ടിലും വിശ്രമിക്കും ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പുല്ല് വെട്ടാനും ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ് നമ്മൾ നടത്തിയിരുന്നു. ഇപ്പോൾ അത് നിർത്തി എന്നാണ് ഞാൻ അറിഞ്ഞത്. പുല്ല് വെട്ടുന്ന സംവിധാനം നിർത്തി എന്നാണ് അറിഞ്ഞത്. പക്ഷെ അതെന്തായാലും വേണ്ടില്ല, അവരുണ്ടോ ഇല്ലെന്നുള്ളതല്ല. നമ്മുടെ വാർഡുകളെ ഒന്നുകിൽ പഞ്ചായത്തിൻ്റെതായോ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശം നമുക്ക് വൃത്തിയാക്കിയെടുക്കണം. ആ പ്രദേശം വൃത്തിയാക്കുന്നതിനോടൊപ്പം നമ്മുടെ വീടുകളും അതിനോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്തിയാക്കിയാൽ നമുക്ക് നല്ല ഒരു ഗൃഹപാഠമാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്കറിയാലോ, ഈ മഴക്കാലത്ത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കൊതുക് വരികയും അതിനോടുണ്ടാകുന്ന അസുഖങ്ങളും ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഈ ആറാം വാർഡിൽ നമ്മൾ ഇന്ന് ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഇത് അവസാനിക്കുന്ന യജ്ഞമല്ല, ഇത് തുടർ പ്രക്രിയയാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടാകണമെന്നും ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.